നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന പല ഗെയിമുകളും മനസ്സിലാക്കുന്ന സമയത്ത് എൻഡ് ഗെയിമുകളിൽ വളരെയധികം പിഴവുകൾ സംഭവിക്കുന്നു. ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്ന പിഴവ് കൊണ്ട് ജയിക്കേണ്ട കളി സമനിലയാവുകയും സമനിലയാകേണ്ട കളി പരാജയപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിന്ന് ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷൻ ഒന്ന് വിലയിരുത്താം. വൈറ്റിൻ്റെ പോൺ B7 എത്തിക്കഴിഞ്ഞു. എന്നാൽ G7 ഇരിക്കുന്ന റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് B7 പോണിനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് കിങ്ങിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തിയതിന് ശേഷം പോൺ വാഴിച്ചെടുക്കുവാൻ ശ്രമിക്കുകയാണ് ഈ പൊസിഷനിൽ വൈറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. റൂക്ക് F8 പ്ലസ് എൻഡ് ഗെയിമിൽ ഓരോ നീക്കവും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ചെസ് ബോർഡിൽ ഒരു എൻഡ് ഗെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ അലക്ഷ്യമായ നീക്കങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അനാവശ്യമായ ചെക്കുകൾ നൽകിക്കൊണ്ട് എതിരാളിയുടെ കിങ്ങിനെ ആക്രമിക്കുകയോ ചെയ്താൽ ഒരു പക്ഷേ ഉള്ള പൊസിഷനേക്കാൾ നല്ലൊരു പൊസിഷനിൽ എത്തിക്കുവാൻ ഓപ്പോണൻറ്റിന് സാധിക്കും. അതുകൊണ്ട് എൻഡ് ഗെയിം കളിക്കുന്ന സമയത്ത് അനാവശ്യമായ ചെക്കുകൾ നൽകുന്നത് വളരെയധികം സൂക്ഷിക്കണം. കിങ് G4. ഇപ്പോൾ ബ്ലാക്കിന് KG4 എന്ന നീക്കത്തേക്കാൾ നല്ല ഒരു നീക്കമായിരുന്നു KE4 എന്ന നീക്കം. കാരണം KE4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിൻ്റെ കിങ് ഭാവിയിൽ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടും. ആ ഒരു കിങ്ങിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് ബ്ലാക്കിൻ്റെ കിങ്ങിന് സാധിക്കുമായിരുന്നു. കിങ് B6. KB6 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം കിങ്ങിനെ പിന്നിങ്ങിൽ നിന്ന് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് B8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു പോൺ പ്രൊമോഷന് ശ്രമിക്കുവാൻ സാധിക്കുകയുള്ളൂ. റൂക്ക് ക്രോസ് B7 പ്ലസ് കിങ് ക്രോസ് B7. ബ്ലാക്കിന് റൂക്ക് നഷ്ടപ്പെടുന്നു. പോൺ E4. കിങ് C6. പോൺ E3. കിങ് D5. ബ്ലാക്കിൻ്റെ പോൺ E1 എന്ന സ്ക്വയറിൽ എത്തിച്ചുകൊണ്ട് ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാനാണ് ശ്രമിക്കുന്നത്. കിങ് E2. റൂക്ക് E8. റൂക്ക് E8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ ആക്രമിക്കുന്നു. കിങ് F3. കിങ് D4. കിങ് F2. കിങ് D3. വൈറ്റിൻ്റെ കിങ് D2 എന്ന സ്ക്വയറിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രമാണ് പോൺ പ്രൊമോഷൻ ബ്ലോക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. E1 സമം Q1. റൂക്ക് ക്രോസ് E1. കിങ് ക്രോസ് E1. ഇനി ഈ പൊസിഷനിൽ ബ്ലാക്കിനും വൈറ്റിനും വിജയിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പൊസിഷൻ സമനിലയാകുന്നു. നമുക്ക് ഈ പൊസിഷനിൽ വൈറ്റിൻ്റെ ആദ്യത്തെ നീക്കം റൂക്ക് F8 പ്ലസ് എന്ന നീക്കത്തിന് പകരം KB6 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് B6. KB6 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് B7 ഇരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ നിർബന്ധിതമാകുന്നു. റൂക്ക് ക്രോസ് B7 പ്ലസ് കിങ് ക്രോസ് B7. പോൺ E4. കിങ് C6. പോൺ E3. ബ്ലാക്കിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കിങ് E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് D3 എന്ന സ്ക്വയറിലേക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിനെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. കിങ് D5. KD5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് വിന്യസിക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. കിങ് F4. കിങ് D4. പോൺ E2. ബ്ലാക്കിൻ്റെ പോണിന് ഒരു നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കും. എന്നാൽ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിൻ്റെ നീക്കങ്ങൾ തടസ്സപ്പെടുത്തുന്നു. റൂക്ക് E8. റൂക്ക് E8 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ ആക്രമിക്കുന്നു. കിങ് F3. കിങ് D3. കിങ് F2. റൂക്ക് ക്രോസ് E2 പ്ലസ്. ഇനി ഈ പൊസിഷനിൽ വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കാം. ഈ ഒരു പൊസിഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്
എൻഡ് ഗെയിമിലെ ഓരോ നീക്കത്തിൻ്റെയും പ്രാധാന്യം എന്താണ് എന്നുള്ളത് തന്നെയാണ്. ഒരു നീക്കം തെറ്റിയ സമയത്ത് ഈ കളി സമനിലയായിരുന്നു. എന്നാൽ റൂക്ക് F8 എന്ന നീക്കത്തിന് പകരം KB6 എന്ന നീക്കം നടത്തുന്ന സമയത്ത് വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ചെസ്സ് കളിക്കുമ്പോൾ എൻഡ് ഗെയിം കൃത്യമായ കാൽക്കുലേഷനോടെ മാത്രമാണ് നീക്കങ്ങൾ നടത്തേണ്ടത്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.